പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ. നമ്മളെ പല ആളുകളും ഉപദേശിക്കാറുണ്ടല്ലോ. നമ്മളെ ഉപദേശിക്കുന്ന ആളുകൾക്ക് നമ്മളെ ഉപദേശിക്കുന്നതിന് വേണ്ടിയുള്ള യോഗ്യതയുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ശ്രീരാമകൃഷ്ണ പരമഹംസർ തൻ്റെ ശിഷ്യർക്ക് ഉപദേശിച്ച ഒരു കഥ ഇങ്ങനെയാണ്. വയറുവേദനയുള്ള ഒരു കുട്ടി അച്ഛനോട് വിവരം പറഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലുകയാണ്. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രത്യേകിച്ച് ആഹാരം കഴിച്ചോ എന്ന് കുട്ടിയുടെ രക്ഷിതാവിനോട് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആഹാരം ഒന്നും കൊടുത്തില്ല, പക്ഷേ ഡോക്ടറെ, ഇവന് വെറും വയറ്റിൽ ശർക്കര കഴിക്കുന്ന ഒരു അസുഖമുണ്ട് എന്ന് കുട്ടിയുടെ അച്ഛൻ ഡോക്ടറോട് പറയുകയാണ്. ഡോക്ടർ മറ്റൊന്നും പറയാതെ, മരുന്നൊന്നും കുറിക്കാതെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ ഇവരോട് നിശ്ചയിക്കുകയാണ്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് അച്ഛനും കുട്ടിയും കൂടെ വരുന്ന സമയത്തും വയറുവേദന മാറിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ശർക്കര കഴിക്കണ്ട എന്നാണ് പറഞ്ഞത്. ഈ നിർദ്ദേശം കേട്ട് കുട്ടിയുടെ രക്ഷിതാവിന് ഒരു അങ്കലാപ്പുണ്ടായി. എന്താണ് ഡോക്ടർ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്ന സമയത്ത് ഇക്കാര്യം പറയാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കും ശർക്കര കഴിക്കുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. ആ ശർക്കര കഴിക്കുന്ന ഒരു പ്രശ്നം, അതിൽ നിന്നും എനിക്ക് മോചിതനാവുന്നതിന് വേണ്ടി ഒരാഴ്ച സമയം വേണ്ടി വന്നു. അതിനാലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. ഇപ്പോൾ ഞാൻ ശർക്കര കഴിക്കുന്ന എൻ്റെ ദുശീലം മാറ്റിയിരിക്കുന്നു. വെറും വയറ്റിൽ ശർക്കര കഴിക്കുന്ന ദുശീലം മാറ്റിയിരിക്കുന്നു. അതിനാൽ ഞാൻ നിങ്ങളോട് ശർക്കര കഴിക്കണ്ട എന്ന് നിർദ്ദേശിക്കുന്നു. ഈ ചെറിയ കഥയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കാര്യം ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായും സത്യസന്ധമായും ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്ന പൊരുളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ സമൂഹത്തിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നും ഈ കാലത്ത് കഥ പ്രസക്തിയുള്ളതിനാലാണ് ഞാൻ ഈ കഥ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.